അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. അല്ലാഹു തആല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ അമ്പിയാക്കളിൽ അവസാനത്തെ നബിയാണ്, നിങ്ങൾ സമുദായങ്ങളിൽ അവസാനത്തെ സമുദായമാണ്. നിശ്ചയമായും ഞാൻ പറയുന്നു, ദജ്ജാൽ നിങ്ങളിലാണ് വരിക, ഒരു സംശയവും വേണ്ട. അവന്റെ വരവ് സത്യവുമാണ്, അവൻ വളരെ അടുത്തു തന്നെ വരുന്നതാണ്. എന്താണ് മസീഹ്? ഈസാ നബി അലൈഹിസ്സലാമിനും ദജ്ജാലിനും മസീഹ് എന്ന് ഉപയോഗിച്ച് കാണുന്നുണ്ട്. ഭൂമിയിൽ മുഴുവൻ സഞ്ചരിച്ചവൻ എന്ന ഉദ്ദേശത്തിൽ ഭൂമിയെ സ്പർശിച്ചവൻ എന്നാണ് പലരും അതിന് പറയുന്ന അർത്ഥം. കാൽപാദത്തിൽ ഉൾഭാഗമില്ലായിരുന്നുവെന്നും അതിനാൽ പാദങ്ങൾ സമമായി തടവപ്പെട്ടവനാണെന്നതിനാൽ ആണ് മസീഹ് എന്ന് പേര് വന്നതെന്നും അഭിപ്രായമുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമിനും ദജ്ജാലിനും പ്രയോഗിക്കപ്പെടുന്നത് ഒരേ പദം തന്നെയാണ്. ഈ രണ്ടർത്ഥവും രണ്ടു പേർക്കും വെക്കാവുന്നതുമാണ്. ദജ്ജാലിന്റെ ഒരു കണ്ണ് അന്ധമാണെന്നതിനാൽ ഒരു കണ്ണ് തടവപ്പെട്ടവൻ എന്നതാണ് ഉദ്ദേശമെന്നും അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമിന് മസീഹ് എന്ന പേര് ലഭിക്കാനുള്ള വിവിധ കാരണങ്ങൾ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. ചുറ്റി സഞ്ചരിക്കുന്ന സ്വഭാവമുള്ളതിനാലാണെന്നും, അതല്ല കാൽപാദം നിരന്ന രൂപത്തിലായതിനാലാണെന്നും, അതല്ല രോഗബാധിതരെ തടവിയാൽ അവർ സുഖം പ്രാപിക്കുമെന്നതിനാലാണെന്നും അഭിപ്രായങ്ങളുണ്ട്. രാജാവ്, എണ്ണ പുരട്ടപ്പെട്ട് പ്രസവിക്കപ്പെട്ടവൻ തുടങ്ങി വേറെയും ചില അഭിപ്രായങ്ങളും കാണാവുന്നതാണ്. ഹീബ്രു ഭാഷയിൽ മെസിയഹ് അല്ലെങ്കിൽ മെഷീഹ എന്നാൽ എണ്ണ തേച്ചവനെന്നും രാജാവ് എന്നും അർത്ഥമുണ്ട്. ഈ പദത്തിന്റെ ഗ്രീക്ക് വിവർത്തനമാണത്രേ ക്രൈസ്റ്റ് എന്ന പദം. ദജ്ജാലിന്റെ ഒരു കണ്ണ് തുടച്ചു മാറ്റപ്പെട്ടവനായതുകൊണ്ടാണ് മസീഹ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതല്ല, ദജ്ജാൽ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് തന്റെ സഖ്യത്തിലേക്ക് ആളെ ചേർക്കുമെന്നതിനാലാണ് ആ നാമം ലഭിച്ചതെന്നും അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. മക്കയും മദീനയുമല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലേക്കും എത്താനുള്ള കഴിവ് അല്ലാഹു തആല അവന് നൽകും. അതുപയോഗിച്ച് ഈമാൻ കുറവുള്ളവരെയും ജൂതന്മാരെയും തന്റെ കൂടെ നിർത്തുകയും ചെയ്യും. ഈസാ നബിയും ഈ താക്കീത് നൽകിയതിനാലാകാം കാലങ്ങളായി ക്രൈസ്തവരും ദജ്ജാലിനെ മറ്റൊരു പേരിൽ വിശ്വസിച്ചു വരുന്നുണ്ട്. ക്രിസ്തുവിന്റെ എതിരാളി എന്നർത്ഥത്തിൽ ആന്റി ക്രിസ്റ്റ് എന്നാണ് ക്രൈസ്തവർ ദജ്ജാലിനെ വിളിക്കുന്നത്. എന്നാൽ മറ്റു പ്രവാചകന്മാർ പഠിപ്പിച്ചതിനേക്കാൾ കൂടുതൽ ദജ്ജാലിനെ കുറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിശ്ചയം ഞാൻ അവനെ കുറിച്ച് നിങ്ങൾക്ക് നന്നായി വർണ്ണിച്ചു തരുന്നതാണ്. എന്റെ മുമ്പ് മറ്റൊരു നബിയും അവനെ അപ്രകാരം വർണ്ണിച്ചിട്ടില്ല. ദജ്ജാലിനെ കുറിച്ച് പൊതുവെ പറഞ്ഞു വരാറുള്ള കുറച്ചു കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഭൂമിയുടെ അതിർത്തിയിൽ ഖാഫ് എന്നൊരു പർവ്വത നിരയുണ്ട്. അതിനപ്പുറം മറ്റൊരു ഭൂമിയുണ്ടത്രേ. അവിടെ ഒരു അജ്ഞാത സ്ഥലത്ത് ദജ്ജാൽ ചങ്ങലയാൽ ബന്ധിതനാണ്. അവന്റെ നെഞ്ചിൽ പർവ്വത സമാനമായ വലിയൊരു കല്ല് വെച്ചിരിക്കുകയാണ്. മലയുടെ ഭാരം കൊണ്ട് അവന് നിവർന്നു നിൽക്കാൻ സാധ്യമല്ല. മൂർച്ചയുള്ള അതിന്റെ നാവുകൊണ്ട് ഈ മല അവൻ നക്കിക്കൊണ്ടേയിരിക്കുന്നു. അത് ഒരാഴ്ച കൊണ്ട് അവൻ നക്കിത്തീർക്കും. അപ്പോഴേക്കും തൽസ്ഥാനത്ത് വേറെ മല രൂപപ്പെടും. ആ മല രൂപപ്പെടാനുള്ള കാരണം വെള്ളിയാഴ്ചയിലെ ഇസ്ലാം മത വിശ്വാസികൾ സൂറത്തുൽ കഹ്ഫ് ഓതുന്നത് കൊണ്ടാണത്രേ. ലോകാവസാനം അടുക്കുമ്പോൾ മുസ്ലിങ്ങൾ അധപ്പതിച്ച് അവരുടെ സമ്പ്രദായങ്ങളിൽ നിന്നൊക്കെ അകന്ന് ജീവിക്കാൻ തുടങ്ങിയാൽ അവൻ ചങ്ങല പൊട്ടിച്ച് ഭൂലോകത്ത് താണ്ഡവം ആരംഭിക്കാൻ തുടങ്ങും. അവൻ ഒറ്റ കണ്ണനായിരിക്കും, വലതുകണ്ണ് അന്ധമായിരിക്കും, ഇടത് കണ്ണിന് കൂടുതൽ പ്രകാശമുണ്ടായിരിക്കും. അവന്റെ പക്കൽ അപ്പത്തിന്റെ മലകളും മദ്യത്തിന്റെ അരുവികളും ഉണ്ടാകുമത്രേ. വലതുകൈയിൽ നരകവും ഇടതുകൈയിൽ സ്വർഗവും ഉണ്ടാകുമത്രേ. വിശ്വാസികൾക്ക് അവന്റെ സ്വർഗം നരകമായും നരകം സ്വർഗമായും അനുഭവപ്പെടും. അവൻ മഗ്രിബിൽ നിന്ന് ശബ്ദിച്ചാൽ അത് മശ്രിക്കിൽ കേൾക്കുമത്രേ. അവന്റെ ഒരു കാൽപാദം കിഴക്കു ഭാഗത്താണെങ്കിൽ മറ്റൊരു കാൽപാദം പടിഞ്ഞാറു ഭാഗത്തായിരിക്കുമത്രേ. അവന്റെ പിന്നാലെ ഭൂമിയിലെ നിക്ഷേപങ്ങൾ പിന്തുടരും, റാണിയെ മറ്റു തേനീച്ചകൾ പിന്തുടരുന്നത് പോലെ. അവന്റെ നെറ്റിയിൽ കഫറ എന്നെഴുതിയിട്ടുണ്ടാകും. അക്ഷരജ്ഞാനമുള്ളവർക്കും ഇല്ലാത്തവർക്കും അത് വായിക്കാൻ സാധിക്കുമത്രേ. അവൻ ആകാശത്തോട് മഴ വർഷിക്കാൻ ആജ്ഞാപിച്ചാൽ ആകാശം മഴ വർഷിപ്പിക്കും. മരിച്ചവരെ ജീവിപ്പിക്കും. ഭൂമിയോട് മുളപ്പിക്കാൻ പറഞ്ഞാൽ അത് മുളപ്പിക്കും. ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അന്ത്യനാളിൽ പ്രത്യക്ഷപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ദജ്ജാൽ വളരെ കാലങ്ങളായി ഇപ്പോഴും ഏതോ ഒരു അജ്ഞാത ദ്വീപിൽ ജീവിച്ചിരിക്കുന്നു എന്നാണ്.
ഇതിനുള്ള തെളിവ് ഇമാം മുസ്ലിം റഹ്മഹുല്ല ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ എന്ന സ്വഹാബി വനിതയിൽ നിന്ന് ഉദ്ധരിച്ച സുദീർഘമായ ഒരു ഹദീസാണ്. ആ ഹദീസിന്റെ ഉള്ളടക്കം നമുക്കൊന്ന് പരിശോധിക്കാം. തമീമുദ്ദാരി എന്ന് പറയുന്ന സ്വഹാബി ഇസ്ലാം സ്വീകരിക്കുന്നതിന് ഒരുപാട് കാലം മുമ്പ് മറ്റു ചില ആളുകളോടൊപ്പം ഒരിക്കൽ ഒരു കപ്പൽ യാത്ര നടത്തുകയുണ്ടായി. ആ യാത്രക്കിടെ കൊടുങ്കാറ്റും തിരമാലകളും അവരുടെ കപ്പലിനെ ദിശ തെറ്റിച്ചു വിടുകയും അവർ അജ്ഞാതമായ ഏതോ ഒരു ദ്വീപിലെത്തിപ്പെടുകയും ചെയ്യുന്നു. അവിടെ അവർ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത 2 ഭീകരജീവികളെ കണ്ടുമുട്ടുന്നു. ആദ്യം കണ്ട ജീവിയുടെ പേര് ജസ്സാസ എന്നാണത്രേ. അതിന്റെ ശരീരം മുഴുവൻ രോമം കൊണ്ട് മൂടിയിരുന്നു. ജസ്സാസ തമീമുദ്ദാരിയോടും സംഘത്തോടും അധികം സംസാരിക്കുന്നതിന് പകരം കുറച്ചകലെയുള്ള മറ്റൊരു വ്യക്തിയെ പോയി കാണാൻ പറയുന്നു. അങ്ങനെ ആ സംഘം അവിടെ പോയപ്പോൾ മറ്റൊരു ഭീകരരൂപിയെ കാണുകയാണ്. അവനാകട്ടെ ശരീരം ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണ്. അവനാണ് ദജ്ജാൽ. തുടർന്നുള്ള സംഭാഷണം ഇങ്ങനെയാണത്രേ. യാത്രാ സംഘം ചോദിച്ചു, നിനക്ക് നാശം, ആരാണു നീ? ഭീകരരൂപം പറഞ്ഞു, ഞാൻ ആരാണെന്ന് നിങ്ങൾ വഴിയെ അറിഞ്ഞുകൊള്ളും. അതിനു മുമ്പ് നിങ്ങൾ ആരാണെന്ന് പറയുക. യാത്രാ സംഘം പറഞ്ഞു, ഞങ്ങൾ ഒരു കപ്പൽ യാത്രയിലായിരുന്നു. അതിനിടെ തിരമാലകൾ ഞങ്ങളുടെ കപ്പലിനെ ആടിയുലച്ചു 1 മാസത്തോളം. അവസാനം ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടു. ഭീകരരൂപൻ ചോദിച്ചു, എന്താണ് ബീസാനിലെ ഈത്തപ്പനകളുടെ അവസ്ഥ? അവയിൽ പഴങ്ങളുണ്ടോ? യാത്രാസംഘം പറഞ്ഞു, അതെ, അവയിൽ പഴങ്ങൾ പൂക്കുന്നുണ്ട്. അപ്പോൾ ഭീകരമായിട്ടുള്ള രൂപം പറഞ്ഞു, എന്നാൽ അടുത്തു തന്നെ അവയിൽ പഴങ്ങൾ ഉണ്ടാകുന്നത് നിന്നുപോകും. എന്നിട്ട് ചോദിച്ചു, എന്താണ് തബ്രീസ് തടാകത്തിന്റെ നില? അതിൽ ഇപ്പോഴും വെള്ളമുണ്ടോ? യാത്രാസംഘം പറഞ്ഞു, അതെ, വെള്ളമുണ്ട്. ഭീകരരൂപം പറഞ്ഞു, എന്നാൽ അടുത്തു തന്നെ അതിൽ വെള്ളം വറ്റും. എന്താണ് സുഗാറിലെ അരുവിയുടെ നില? അതിൽ വെള്ളമുണ്ടോ? ആളുകൾ അതിൽ നിന്ന് ജലസേചനം നടത്തുന്നുണ്ടോ? യാത്രാസംഘം പറഞ്ഞു, അതെ, അതിൽ ധാരാളം വെള്ളമുണ്ട്. ഈ 3 പ്രദേശങ്ങളും ഇന്നത്തെ ഫലസ്തീൻ, ജോർദാൻ പരിസരങ്ങളിലാണുള്ളത്. ഭീകരരൂപം വീണ്ടും ചോദിച്ചു, എന്താണ് അറേബ്യയിലെ നിരക്ഷരനായ പ്രവാചകന്റെ അവസ്ഥ? യാത്രാസംഘം പറഞ്ഞു, അദ്ദേഹം ഇപ്പോൾ മക്കയിൽ നിന്നും യസ്രിബിലേക്ക് അഥവാ മദീനയിലേക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹം അറബികളെ അതിജയിക്കുകയും അവർ അദ്ദേഹത്തെ പിൻപറ്റുകയും ചെയ്യുന്നു. അപ്പോൾ ഭീകരരൂപം വീണ്ടും പറഞ്ഞു, അദ്ദേഹത്തെ പിൻപറ്റിയാൽ അവർക്ക് നല്ലത്. ഇനി ഞാൻ എന്നെ കുറിച്ച് പറയാം. തീർച്ചയായും ഞാനാണ് അൽ മസീഹ് അഥവാ ദജ്ജാൽ. എനിക്ക് പുറപ്പെടാനുള്ള അനുവാദം നൽകപ്പെടാനും ഞാൻ പുറപ്പെടുവാനുമുള്ള സമയമായിരിക്കുന്നു. ഞാൻ ഭൂമിയിൽ 40 നാളുകളിലായി സഞ്ചരിക്കും. അതിൽ ഞാൻ ചെല്ലാതെ ഒരു ഗ്രാമവും ഒഴിവാകുകയില്ല, മക്കയും മദീനയും ഒഴികെ. അവ രണ്ടും എനിക്ക് നിഷിദ്ധമാണ്. അവ രണ്ടിലൊന്നിൽ ഞാൻ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുമ്പോഴെല്ലാം ഊരിപ്പിടിച്ച വാളുമായി ഒരു മലക്ക് എന്നെ അഭിമുഖീകരിക്കുകയും അതിൽ നിന്ന് എന്നെ തടയുകയും ചെയ്യും. നിശ്ചയം അതിലെ ഓരോ പാതകളിലും അതിനെ കാക്കുന്നതായ മലക്കുകൾ ഉണ്ടായിരിക്കും. ഈ സംഭവം ഇമാം മുസ്ലിം റഹ്മഹുല്ല തന്റെ സഹീഹിൽ ശേഖരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനങ്ങളാണ്. അന്ത്യദിനത്തിന്റെ ഏറ്റവും വലിയ അടയാളങ്ങളിൽ ഒന്നാണ് മസീഹ് ദജ്ജാൽ. ആദമിന്റെ സന്തതികളിൽ ഒരാൾ തന്നെയാണ് ദജ്ജാൽ. പക്ഷേ മറ്റു മനുഷ്യർക്കില്ലാത്ത കഴിവുകളുള്ള ഈ മനുഷ്യന് ജനങ്ങളുടെ വിശ്വാസത്തെ പരീക്ഷിക്കാനുള്ള കഴിവുകളുണ്ട്. ഖിയാമത്ത് നാളിന് മുമ്പ് വരാനിരിക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണമാണ് മസീഹുദ് ദജ്ജാലിന്റെ ആഗമനം. ദജ്ജാലിനെയും അവന്റെ വരവിനെയും നിഷേധിക്കുന്ന ഒരു വിഭാഗം മുസ്ലിങ്ങൾക്കിടയിൽ ഇന്നുമുണ്ട്. ദജ്ജാൽ എന്നൊരാൾ വരില്ലെന്നും ലോകത്ത് തോന്നിവാസങ്ങളും കള്ളത്തരങ്ങളും സംഭവിക്കും എന്നതിന് പ്രതീകാത്മകമായി പറഞ്ഞതാണെന്നെല്ലാം യുക്തിപരമായി ദുർവ്യാഖ്യാനിക്കുന്നവരും നമുക്കിടയിലുണ്ട്. ദജ്ജാൽ വരുമെന്ന് വിശ്വസിക്കൽ നിർബന്ധമുള്ള കാര്യമല്ലെന്നും അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ബലമില്ലാത്തതും ഒറ്റപ്പെട്ടതുമാണ് എന്നിങ്ങനെ ഹദീസുകളെയും ദജ്ജാലിനെയും നിഷേധിക്കുന്നവരും നമുക്കിടയിലുണ്ട്. ഈ 2 വിഭാഗത്തിന്റെയും വാദങ്ങൾ ഫലത്തിൽ ഒന്നു തന്നെയാണ്. 2 വിഭാഗവും സത്യത്തിൽ നിന്ന് ബഹുദൂരം പിഴച്ചവരുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദജ്ജാലിന്റെ സ്വഭാവ ഗുണങ്ങൾ വിവരിക്കുകയും അവന്റെ തിന്മയിൽ നിന്ന് രക്ഷ തേടാനുള്ള പ്രാർത്ഥനകൾ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവും കൂട്ടരും ദജ്ജാലിനെ കാണുകയും സംസാരിക്കുകയും ചെയ്ത കാര്യം മുൻഭാഗത്തിലൂടെ നാം ചർച്ച ചെയ്തതാണല്ലോ. ആ സംഭാഷണത്തിൽ തന്നെ ദജ്ജാൽ എപ്പോൾ പുറപ്പെടുമെന്ന സമയത്തെക്കുറിച്ചും സൂചനയുണ്ട്. ദജ്ജാൽ ചോദിച്ച ചില ചോദ്യങ്ങൾ ഇവയായിരുന്നു: ബിസാനിലെ ഈത്തപ്പനകൾ ഇപ്പോൾ കായ്ക്കുന്നുണ്ടോ? തബ്രീസ് തടാകത്തിലെയും സുഗാർ തടാകത്തിലെയും വെള്ളം വറ്റിയോ? അതെ, മുകളിൽ പറഞ്ഞവയൊക്കെ നിന്നുപോയാൽ ദജ്ജാലിന് പുറപ്പെടാനുള്ള സമയമായി എന്നർത്ഥം. ദജ്ജാൽ പുറപ്പെടുമെന്ന സമയത്തെക്കുറിച്ച് ഹദീസിൽ വന്ന മറ്റൊരു സൂചന മുസ്ലിങ്ങൾ റോമക്കാരുമായുള്ള യുദ്ധമാണ്. അതിൽ മുസ്ലിങ്ങൾ ജയിക്കുകയും അപ്പോൾ ദജ്ജാൽ പുറപ്പെടുകയും ചെയ്യുമത്രേ.
ആ ഹദീസിന്റെ പ്രസ്തുത ഭാഗം കാണുക. മുസ്ലിങ്ങൾ യുദ്ധത്തിൽ കിട്ടിയ സ്വത്തുക്കൾ വീതിച്ചെടുക്കവേ അവരുടെ അടുക്കൽ ഒരാൾ വന്ന് ഇപ്രകാരം വിളിച്ചു പറയും, നിശ്ചയമായും ദജ്ജാൽ പുറപ്പെട്ടിരിക്കുന്നു. അതോടെ അവരെല്ലാം ഉപേക്ഷിച്ചു മടങ്ങും. ഇമാം ഹാക്കിം തങ്ങൾ ഉദ്ധരിച്ച ഹദീസിന്റെ ഭാഗമാണ്. ദജ്ജാലിന്റെ ശരീര രൂപത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ഹദീസിലൂടെ ഉമ്മത്തിന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിശ്ചയം അവൻ യുവാവാണ്, നന്നായി ജടകുത്തിയ മുടിയുള്ളവൻ, കണ്ണ് ഉന്തി നിൽക്കുന്നവൻ. ഞാൻ അയാളെ താരതമ്യം ചെയ്യുന്നത് ഖുസാ ഗോത്രത്തിലെ അബ്ദുൽ ഉസ്സബിനു ഖത്താനോടാണ്. ദജ്ജാൽ എന്ന പദപ്രയോഗം വരാൻ കാരണം ഭൂമിയിൽ മുഴുവൻ സ്പർശിച്ച് സഞ്ചരിക്കുന്നത് കൊണ്ടാണെന്നും അഭിപ്രായമുണ്ട്. മുഖത്തിന്റെ ഒരു ഭാഗത്ത് കണ്ണും കൺപുരികവും ഇല്ലാത്തത് കൊണ്ടാണെന്നും പറയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ദജ്ജാൽ എന്ന പദത്തിന്റെ നിഷ്പത്തിയായ ദജല എന്ന വാക്കിന്റെ അർത്ഥം കളവ്, കുതന്ത്രം എന്നൊക്കെയാണ്. ദജ്ജാലിന് ഒരു കണ്ണു മാത്രമാണെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ പറയുന്നു, നിശ്ചയം മസീഹുദ് ദജ്ജാൽ ഉയരം കുറഞ്ഞവനും വളഞ്ഞ കാലുകളുള്ളവനും ജടകുത്തിയ മുടിയുള്ളവനും ഒറ്റ കണ്ണനുമാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഉയർന്ന നെറ്റിത്തടവും വീതിയുള്ള മാറുള്ളവനും കൂനുള്ളവനുമാണവൻ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ബുഖാരി, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ അലൈഹിയായ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമല്ല, ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കന്മാരും മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, കള്ളനും ഒറ്റക്കണ്ണനും ആയവനെ പറ്റി താക്കീത് നൽകാത്ത ഒരു പ്രവാചകനും ഉണ്ടായിട്ടില്ല. അവൻ ഒറ്റക്കണ്ണനാണ്. നിങ്ങളുടെ നാഥൻ ഒറ്റക്കണ്ണനല്ല, അവന്റെ ഇരു കണ്ണുകളിലും കഫറ എന്ന് എഴുതപ്പെട്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ, ദജ്ജാൽ ഒരു കണ്ണു തുടച്ചു നീക്കപ്പെട്ട കോങ്കണ്ണനാണ്. കണ്ണുകൾക്കിടയിൽ കാഫിർ എന്നെഴുതിയിരിക്കും. എഴുതാൻ അറിയുന്നവരും വായിക്കാൻ അറിയുന്നവരും അല്ലാത്തവരുമായ വിശ്വാസികൾക്ക് അത് വായിക്കാനാകുകയും ചെയ്യും. ഇമാം തൊബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ഹിഷാം ബിൻ ആമിർ റളിയല്ലാഹു അൻഹു എന്നവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു, ആദമിന്റെ സൃഷ്ടിപ്പ് മുതൽ അന്ത്യദിനം വരെ ദജ്ജാലിനേക്കാൾ വലിയൊരു കുഴപ്പവും ഉണ്ടാകാൻ പോകുന്നില്ല. ദജ്ജാലാണ് ഏറ്റവും വലിയ കുഴപ്പം ഈ ഭൂമിയിലെ എന്ന് ഈ ഹദീസിന്റെ സാരം. അള്ളാഹു ഒറ്റക്കണ്ണനല്ല. അറിയുക, മസീഹുദ് ദജ്ജാൽ വലതുഭാഗത്ത് കാഴ്ചയില്ലാത്തവനാണ്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന മുന്തിരി പോലെ തുറിച്ചു നിൽക്കുന്ന കണ്ണാണ് അവന്റേത്. ബുഖാരി, മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അവർ റിപ്പോർട്ട് ചെയ്യുന്ന മുത്തഫഖുൻ അലൈഹിയായ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ദജ്ജാൽ പുറപ്പെടുന്നതിന് മുമ്പുള്ള വർഷങ്ങളിൽ ക്ഷാമവും വരൾച്ചയും ഉണ്ടായിരിക്കുമത്രേ. വിവിധ ഹദീസുകളിലൂടെയായി ദജ്ജാലിന്റെ ശരീരപ്രകൃതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നതിന്റെ രത്ന ചുരുക്കം ഇവയാണ്. ഉയരം കുറഞ്ഞവനും ജടകുത്തിയ ധാരാളം മുടിയുള്ളവനും ചുവപ്പ് നിറമുള്ള ശരീരവും പരന്ന നെറ്റിയും വിശാലമായ നെഞ്ചുള്ളവനും വളഞ്ഞ കാലുകളും ചെറുതായി കൂനുള്ളവനും രണ്ടു കണ്ണുകളിൽ വലത് കണ്ണിന് കാഴ്ചക്കുറവും അത് ഒരു മുന്തിരി പോലെ പുറത്തേക്ക് ചെറുതായി തള്ളി നിൽക്കുന്നതും വലത് കണ്ണാകട്ടെ ഒരു മാംസ കഷ്ണം കൊണ്ട് മൂടപ്പെട്ടതും അവന്റെ ഇരു കണ്ണുകൾക്കുമിടയിൽ കഫറ എന്ന് എഴുതിയിട്ടുമുണ്ട്. കൂടാതെ അവന് കുട്ടികളും ഉണ്ടാകുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിശ്ചയം മുടി ജടകുത്തിയ ഒരു യുവാവാണവൻ. കണ്ണൽപ്പം തുറിച്ചു നിൽക്കുകയും ചെയ്യും. അബ്ദുൽ ഉസ്സയോട് സാദൃശ്യമുള്ളവനാണവൻ. നിങ്ങളിൽ ആരെങ്കിലും അവനെ കണ്ടാൽ സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്തുകൾ ഓതിക്കൊള്ളുക. സൂറത്തുൽ കഹ്ഫിലെ അവസാനത്തെ 10 എന്നും പറയപ്പെടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദജ്ജാൽ പുറപ്പെടുന്നതിന് മുമ്പ് കഠിനമായ 3 വർഷങ്ങൾ ഉണ്ടാകും. അന്ന് ജനങ്ങൾക്ക് കഠിനമായ പട്ടിണി ബാധിക്കും. ഒന്നാമത്തെ വർഷം അല്ലാഹു തആല ആകാശത്തിനോട് അതിലെ മഴയുടെ 1/3 തടയാൻ ആവശ്യപ്പെടും. ഭൂമിയോട് അതിലെ സസ്യങ്ങളുടെ 1/3 തടയാൻ ആവശ്യപ്പെടും. രണ്ടാമത്തെ വർഷം ആകാശത്തോട് അല്ലാഹു തആല അതിലെ മഴയുടെ 2/3 തടഞ്ഞു വെക്കാൻ കൽപ്പിക്കുമത്രേ. ഭൂമിയോട് പറയും അതിലെ സസ്യങ്ങളിലെ 2/3 തടഞ്ഞു വെക്കാൻ കൽപ്പിക്കും. മൂന്നാമത്തെ വർഷം മഴ മുഴുവനായും തടയാൻ കൽപ്പിക്കും. അപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും കിട്ടുകയില്ല. ഭൂമിയോട് മുഴുവൻ സസ്യങ്ങളെയും തടഞ്ഞു വെക്കാൻ കൽപ്പിക്കും. അപ്പോൾ ഒരു പച്ചപ്പും മുളയ്ക്കുകയില്ല. അപ്പോൾ കുളമ്പുള്ളവയെല്ലാം നശിക്കും, അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ. അപ്പോൾ ചോദിക്കപ്പെട്ടു, ജനങ്ങൾ അക്കാലത്ത് എങ്ങനെയാണ് ജീവിക്കുക? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു,
തഹ്ലീലും തക്ബീറും തസ്ബീഹും തഹ്മീദും ഇവ അവരുടെ മേൽ ഭക്ഷണത്തിന്റെ സ്ഥാനത്തൊഴുകും. ഇബ്നു മാജാ റഹ്മഹുല്ലാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെയാണ് ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. പിന്നീട് ഒരു പച്ച ചെടി പോലും മുളയ്ക്കുകയില്ല. അള്ളാഹു ഉദ്ദേശിച്ച ചിലതൊഴികെ എല്ലാ മൃഗങ്ങളും നശിക്കും. സ്വഹാബത്ത് ചോദിച്ചു, അന്ന് ജനങ്ങൾ എങ്ങനെ ജീവിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് എന്നിവയാണ് വിശ്വാസികളെ ജീവിപ്പിക്കുന്നത്. ദജ്ജാൽ വരുന്ന കാലമാകുമ്പോഴേക്കും ജനങ്ങൾ ദജ്ജാലിനെ കുറിച്ചുള്ള അറിവ് പോലും ഉണ്ടായിരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദജ്ജാൽ വരികയില്ല ജനങ്ങൾ അവനെ കുറിച്ച് വിസ്മരിക്കുന്നത് വരെ, അതുപോലെ മിമ്പറുകളിൽ വെച്ച് അവനെ കുറിച്ച് പറയപ്പെടുന്നത് ഒഴിവാക്കുന്നത് വരെയും ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ കാണാം. ജനങ്ങൾ ദജ്ജാലിനെ പറ്റി അശ്രദ്ധയിലാവുകയും മിമ്പറുകളിൽ നിന്ന് ഇമാമുകൾ ഈ വിഷയം സംസാരിക്കുന്നത് ഉപേക്ഷിക്കുമ്പോഴും സമുദായത്തിൽ ഭിന്നതയും ചേരിതിരിവുകൾ ഉണ്ടാവുകയും ദീൻ വളരെ കുറഞ്ഞു പോവുകയും ഇടപാടുകളിൽ തെറ്റായ സമീപനം ഉണ്ടാവുകയും ചെയ്യുന്ന കാലത്താണ് ദജ്ജാലിന്റെ ആഗമനമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദജ്ജാൽ വരുന്നതിന് മുമ്പുണ്ടാകുന്ന 6 സംഭവങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഭാഗത്തിലൂടെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാമതായി പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് അത് കഴിഞ്ഞുപോയ സംഭവമാണ്. രണ്ടാമതായി പറയുന്നു ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അതും സംഭവിച്ചു കഴിഞ്ഞു. മൂന്നാമതായി പറയുന്നു ധാരാളം ആളുകൾ മരണപ്പെട്ടു പോകുന്ന പ്ലേഗ് രോഗം പടർന്നു പിടിക്കലാണത്രേ. നോക്കൂ, ബുബോണിക് പ്ലേഗ് അഥവാ കറുത്ത മരണം ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മഹാമാരിയാണ്. 1347 മുതൽ 1351 വരെ യൂറോപ്പിലാകെ പടർന്നു പിടിച്ച ഈ രോഗബാധയെ കണക്കാക്കുന്നത്. മധ്യേഷ്യയിലോ പൂർവേഷ്യയിലോ ആണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മറ്റു പാതയിലൂടെ സഞ്ചരിച്ച് 1343 ഈ വ്യാധി ക്രിമിയയിലെത്തുന്നത്. അവിടെ നിന്നും എലികൾ വഴിയാണ് രോഗാണുക്കൾ പടർന്നത്. കച്ചവടക്കാരുടെ കപ്പലുകളേറി യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെത്തുകയായിരുന്നുവത്രേ. ഏകദേശം 20 കോടിയോളം ജനങ്ങളാണ് അന്ന് ഈ മഹാമാരിയിൽ കൊല്ലപ്പെട്ടത്. ഇത് അന്നത്തെ യൂറോപ്യൻ ജനസംഖ്യയുടെ 30% വരുമായിരുന്നുവത്രേ. ഈ ജനസംഖ്യയിൽ വന്ന കുറവ് പരിഹരിക്കാൻ യൂറോപ്പിന് ഏകദേശം 200 വർഷങ്ങൾ വേണ്ടിവന്നു. ആ സംഭവം കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ അതിലും വലിയ മഹാമാരി ഈ ലോകത്ത് വരികയും അതിലൂടെ കോടാനുകോടികൾ മനുഷ്യന്മാർ മരണപ്പെടുകയും ചെയ്യും. നാലാമതായി പറയുന്നു നിങ്ങൾക്കിടയിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകലാണ്. അഞ്ചാമതായി പറയുന്നു അതുപോലെ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവലാണ്. ഈ മാന്ദ്യം വന്നു കഴിഞ്ഞാൽ ഇത് പരിഹരിക്കപ്പെടുന്നത് ഇമാം മഹ്ദിയുടെ റളിയല്ലാഹു അൻഹുവിന്റെ വരവോടുകൂടിയാണ്. ആറാമതായി പറയുന്നു ഷാമിലുണ്ടാകുന്ന വലിയ കുഴപ്പങ്ങളുമാണ്. ഈ 6 സംഭവങ്ങൾ ഈ ഭൂമി ലോകത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ദജ്ജാലിന് പുറപ്പെടാനുള്ള സമയമായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ച കാര്യങ്ങളാണ്. ദജ്ജാൽ വെള്ള നിറമുള്ള കഴുതപ്പുറത്താണ് വരിക. അത് സാധാരണ വലിപ്പമുള്ള കഴുതയല്ല. അതിന്റെ 2 ചെവികൾക്കുമിടയിലുള്ള ഭാഗം 70 ബാഹ് വ്യാസമുണ്ടാകും. ഒരു ബാഹ് എന്നാൽ ഒരു മനുഷ്യന്റെ 2 തോളൻ കൈയും അവക്കിടയിലുള്ള ഭാഗങ്ങളും അടങ്ങിയ അളവാണ്. നമുക്ക് സങ്കല്പിക്കാമല്ലോ ആ കഴുതയുടെ വലുപ്പം. ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദജ്ജാൽ പുറപ്പെടുന്നത് കിഴക്കൻ ദേശത്ത് ഖുറാസാൻ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് നിന്നാണ്. കുറെ ജനവിഭാഗങ്ങൾ അവനെ പിൻപറ്റും. അവരുടെ മുഖങ്ങൾ അങ്കികളെ പോലെ ഇരിക്കും. ജൂതന്മാർ നിറയെ താമസിക്കുന്ന ആധുനിക ഇറാനിലെ ഇസ്ഫഹാൻ അല്ലെങ്കിൽ അസ്ബഹാൻ എന്ന സ്ഥലത്ത് നിന്നാകും ദജ്ജാൽ വരിക. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അസ്ബഹാനിലെ യഹൂദിയ പ്രദേശത്ത് നിന്നും ദജ്ജാൽ പുറപ്പെടും. ഇവിടെ ഒരു സംശയമുണ്ടാകാം. ഒരു റിവായത്തിൽ ഇസ്ഫഹാൻ എന്നും മറ്റൊരു റിപ്പോർട്ടിൽ ഖുറാസാൻ എന്നും കാണുന്നു. ഇത് വൈരുദ്ധ്യമാകില്ലേ എന്ന് ചിലർക്ക് തോന്നാം. ഇതിൽ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. പണ്ട് ഖുറാസാൻ എന്ന വലിയ പ്രദേശത്തു തന്നെയാണ് ഇസ്ഫഹാൻ എന്ന പ്രാന്ത പ്രദേശം സ്ഥിതി ചെയ്തിരുന്നത്. ഇപ്പോൾ അത് വിഭജിച്ചു പല സ്ഥലങ്ങളായി എന്ന് മാത്രം. എന്നാലും പ്രസിദ്ധരായ മുഹദ്ദിസുകളുടെ അഭിപ്രായത്തിൽ ദജ്ജാൽ ഖുറാസാനിലാണ് ഇറങ്ങുന്നതെന്നും ഇസ്ഫഹാൻ എന്ന പ്രദേശത്തോടുകൂടി കടന്നു വരുമെന്നുമാണ് കാണുന്നത്. അല്ലാഹു വറസൂലുഹു അഅലം. ദജ്ജാൽ ലോകത്ത് എല്ലായിടത്തും എത്തുമെങ്കിലും മക്കയിലും മദീനയിലും അവന് പ്രവേശിക്കാനാവുകയില്ല. മുസ്ലിം ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു,
ദജ്ജാൽ ചവിട്ടാത്ത ഒരു നാടുമില്ല മക്കയും മദീനയുമല്ലാതെ. അതിന്റെ ഓരോ വഴിയിലും മലക്കുകൾ വരിവരിയായി അതിന് കാവൽ നിൽക്കും. അപ്പോൾ ദജ്ജാൽ ഉപ്പുള്ള പ്രദേശത്ത് ചെന്ന് അവിടെ തമ്പടിക്കും. മുസ്ലിം റഹ്മഹുള്ള റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇറാഖിന്റെയും സിറിയയുടെയും ഇടയിലുള്ള കല്ലത്തിലാണ് അവൻ പ്രത്യക്ഷപ്പെടുക. എന്നിട്ടവൻ ഇടതും വലത്തും കുഴപ്പമുണ്ടാക്കും. അള്ളാഹുവിന്റെ ദാസന്മാരെ, നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സ്വഹാബികൾ ചോദിച്ചു, അവൻ എത്ര കാലം ഭൂമിയിൽ താമസിക്കും? പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, 40 ദിവസം അവൻ ഭൂമിയിൽ താമസിക്കും. ഒരു ദിവസം ഒരു വർഷം പോലെയും ഒരു ജുമാ ഒരു ആഴ്ചയും പോലെയായിരിക്കും. മറ്റുള്ള ദിവസങ്ങൾ നിങ്ങളുടെ സാധാരണ ദിനങ്ങൾ പോലെ തന്നെ. സ്വഹാബികൾ ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, ഒരു കൊല്ലത്തിന് സമാനമായ ദിവസത്തിൽ ഒരു ദിവസത്തെ നമസ്കാരം മതിയാകുമോ? പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, പോരാ, നിങ്ങൾ കണക്കിന്റെ അടിസ്ഥാനത്തിൽ നിസ്കരിക്കുക. സ്വഹാബികൾ വീണ്ടും ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, അവന്റെ വേഗത എത്രയാണ്? പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ഒരു മഴയെ കാറ്റു കൊണ്ടുപോകുന്നത് പോലെയാണ്. ചില ജനങ്ങളുടെ അടുത്തു ചെന്ന് അവൻ ക്ഷണിക്കുമ്പോൾ അവർ അവനിൽ വിശ്വസിക്കുകയും അവൻ ഉത്തരം നൽകുകയും ചെയ്യും. അവൻ ആകാശത്തോട് ആജ്ഞാപിക്കുമ്പോൾ അത് മഴ വർഷിപ്പിക്കും. ഭൂമിയോട് ആജ്ഞാപിക്കുമ്പോൾ അത് സസ്യത്തെ മുളപ്പിക്കും. അവരുടെ നാൽക്കാലികൾ വളർന്നതും അകിടുകൾ നിറഞ്ഞൊഴുകുന്നതും പുഷ്ടിച്ച് നീണ്ടു നിവർന്നതുമായിരിക്കും അത്രേ. സുന്ദരനായ ഒരു യുവാവിനെ വിളിച്ചു വരുത്തി തന്റെ വാളുകൊണ്ട് അവനെ വെട്ടി 2ആയി പിളർത്തുകയും പിന്നീട് ദജ്ജാല് വിളിച്ചാൽ പുഞ്ചിരി തൂകിക്കൊണ്ട് അവൻ എഴുന്നേറ്റ് വരികയും ചെയ്യുമത്രേ. ഇപ്രകാരം അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറിയം റളിയല്ലാഹു അൻഹായുടെ മകൻ മസീഹിനെ അള്ളാഹു നിയോഗിക്കും. ഡമസ്കസിന്റെ കിഴക്കുള്ള വെള്ളമിനാരത്തിന്റെ അടുത്ത് 2 മലക്കിന്റെ ചിറകുകളിൽ കൈവച്ച് 2 മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചാണ് അദ്ദേഹം ഇറങ്ങി വരിക. തല താഴ്ത്തിയാൽ വെള്ളം തുള്ളിയായി വീഴും, ഉയർത്തിയാൽ മുത്തുപോലെയുള്ള വെള്ളത്തുള്ളികൾ അതിൽ നിന്ന് അടർന്നു വീഴും. അദ്ദേഹത്തിൽ നിന്ന് പുറത്തു വരുന്ന സുഗന്ധം ശ്വസിക്കുന്ന ഏതൊരു സത്യനിഷേധിയും ഉടനെ തന്നെ മരണപ്പെടാതിരിക്കുകയില്ല. അവിടുത്തെ ശ്വാസം കണ്ണെത്തുന്ന സ്ഥലം വരെ എത്തും. ദജ്ജാലിനെ അദ്ദേഹം വധിച്ചു കളയുകയും ചെയ്യും. ദജ്ജാലിന്റെ തിന്മയിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ട ചില ആളുകളുടെ അടുത്ത് ചെന്ന് ഈസാ നബി അലൈഹിസ്സലാം ചെന്ന് അവരുടെ മുഖത്ത് തടവിക്കൊണ്ട് സ്വർഗത്തിൽ അവർക്കുള്ള ഉന്നത പദവികളെ കുറിച്ച് അവരോട് സംസാരിക്കും. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത നീണ്ടൊരു ഹദീസാണ് നാം ഇവിടെ പറഞ്ഞത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കൂടുതൽ അറിയാനും പഠിക്കാനും നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകട്ടെ. തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.